നമുക്ക് ഒരു ദിവസമൊക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ, ഒരു ദിവസം അല്ലെ 2 ദിവസമൊക്കെ. അപ്പം അത് കാരണം നമുക്ക് കുറേ പാർട്ട് ടൈംസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ നമുക്ക് നാട്ടിൽ കിട്ടണമെന്നില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പോൾ UK സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടാണെങ്കിലും മാക്സിമം ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാവരുടെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ഇവിടെ സ്ട്രഗിൾസ് ഉണ്ട്, ഇനീഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും എന്തുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ നിൽക്കണേ എന്നുള്ളതിൻ്റെ ഒരു റീസൺസും ഒപ്പീനിയൻസും ഒക്കെ നമുക്ക് ആൾക്കാരുടെ അടുത്തൊക്കെ നേരിട്ടൊന്ന് ചോദിച്ചു നോക്കാം. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ സ്റ്റുഡൻ്റായിട്ട് വന്നപ്പോൾ ഞാൻ പാർട്ട് ടൈം ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ എനിക്ക് അങ്ങനെ പാർട്ട് ടൈം ജോലി ചെയ്ത് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ വന്ന് നമ്മൾ ചെയ്തപ്പോൾ ആ ഒരു സ്ട്രഗിൾസും കൂടെ നമ്മുടെ പഠനത്തോടൊപ്പം നമ്മൾ ഒന്ന് കൂട്ടിച്ചേർത്തപ്പോൾ അത് ഭയങ്കര നമുക്ക് ഒത്തിരി നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ റെസ്പോൺസിബിലിറ്റീസ് എടുക്കുന്നു. പിന്നെ ടൈം മാനേജ്മെൻറ്റ്, ഒത്തിരി കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ, ലൈഫ് സ്റ്റൈൽ തന്നെ ബാലൻസ് ചെയ്യാനൊക്കെ നമുക്ക് ഒത്തിരി നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് ഒത്തിരി ട്രാൻസ്ഫറബിൾ സ്കിൽസൊക്കെ നമുക്ക് ഇതിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ സെപ്റ്റംബർ 2023 ഇൻടേക്കാണ്. ഇപ്പോൾ ഒരു നിയർലി 5 months ആയി ഇവിടെ വന്നിട്ട്. കോഴ്സ് ചെയ്യുകയാണ്, സ്റ്റുഡൻസ്? അതെ, സ്റ്റുഡൻസാണ്. ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ സയൻസ് ആണ് പഠിക്കുന്നത്. നാട്ടിൽ നിന്നിട്ട് ഇവിടെ എങ്ങനെയുണ്ട്? UK ഇഷ്ടപ്പെട്ടോ? അത് UK വളരെ ഇഷ്ടപ്പെട്ടു. റീസൺസ് പറയാം ഇവിടെ ഇഷ്ടപ്പെട്ട. ഫോർ മീ ഇവിടെ നല്ല ഫ്രീഡം ആണ്. പിന്നെ എല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ, നല്ല ക്ലൈമറ്റ്, എല്ലാം കൊണ്ടും എനിക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ നാട്ടിലെ പോലെ അങ്ങനെ ആൾക്കാർ ജഡ്ജ് ചെയ്യാറില്ല. ഇപ്പം നാട്ടിൽ ഞങ്ങളുടെയൊക്കെ ഏജിൽ ഇങ്ങനെ ഇറങ്ങി നടന്നാൽ ജോലിയാന്നുള്ള ചോദ്യങ്ങൾ, കമൻസ്, ഇവിടെ അതൊന്നും ഇല്ല. ഭയങ്കര ഫ്രീ ആയിട്ട് ജീവിക്കാം. ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എടുക്കാനാണ് പ്ലാൻ? അതെ, ഇവിടെ തന്നെ നിൽക്കാനാണ് താല്പര്യം. അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് താല്പര്യം? അതെ, നാട്ടിലേക്ക് തിരിച്ചു പോകണം ഇല്ല, നിർബന്ധമില്ല, ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം. അപ്പം അതിൻ്റെ കുറച്ച് റീസൺസ് പറയുകയാണെങ്കിൽ, ഇവിടെ നല്ല വേജസ് ആണ്, ജോലി എടുക്കുന്നു, പൈസ കിട്ടുന്നു. സോ അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കാനാണ് താല്പര്യം. കാരണം ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നാട്ടിലെ പോലല്ല ഒത്തിരി വെയിറ്റ് ചെയ്യണ്ട. എനിക്ക് UK നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഹോസ്പിറ്റലും അതായത് ബാങ്കിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഇച്ചിരി പാടാണെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പെട്ടെന്ന് ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും എല്ലാം പെട്ടെന്ന് നമ്മുടെ ടൈം കുറേ സേവ് ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞാൽ ബാങ്ക് ആണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ എല്ലാം ഓൺലൈൻ ത്രൂ ആയതുകൊണ്ട് വിത്തിൻ 1 week നമ്മുടെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കാർഡും വീട്ടിൽ നമ്മുടെ അഡ്രസ്സിലെത്തും. അതൊക്കെ ഭയങ്കര ഇതാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ട്രാഫിക് സിസ്റ്റം ഇതെല്ലാം ഭയങ്കര സിസ്റ്റമാറ്റിക്, ഇത് പെഡസ്ട്രിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലും, പിന്നെ ബസ്സാണെങ്കിൽ തന്നെ കൈ അടിച്ച് നിർത്തി നമുക്ക് കയറാനും അങ്ങനത്തെ ഒന്നല്ല, എല്ലാം സിസ്റ്റമാറ്റിക്കാണ്. ആൾക്കാർ ഭയങ്കര പേഷ്യൻ്റാണ്. എല്ലാം പെട്ടെന്ന് നമുക്ക് കയറി അങ്ങനെ തിക്കും തിരക്കും അങ്ങനെയൊന്നും ഇല്ലാണ്ട് അതൊക്കെ ഭയങ്കര നന്നായിട്ട് എനിക്ക് തോന്നുന്നു. ഫാമിലി ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ഫ്രീ എഡ്യൂക്കേഷനാണ്. അത് UK സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ICC CBSE അങ്ങനെയുള്ള സിലബസ് കുട്ടികളെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ചിലവുണ്ടാവും. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്രീ എഡ്യൂക്കേഷനാണ്. നല്ലൊരു എഡ്യൂക്കേഷൻ തന്നെയാണ് ഇവർ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതും എല്ലാം. അഡ്വാൻറ്റേജസ് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നല്ല ഫ്രീഡമാണ്. ഇപ്പോൾ നാട്ടിലെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല ഫ്രീഡമാണ്. നമുക്ക് ഏത് സമയത്തും ഇറങ്ങി നടക്കാം. ഇപ്പോൾ പെൺപിള്ളേർക്ക് ആയിക്കോട്ടെ, ഏത് സമയത്തും ഇറങ്ങി നടക്കുക, ആഘോഷിക്കുക. ഇപ്പോൾ നാട്ടിൽ നല്ല പൈസ ഉള്ളവന് മാത്രമേ ആഘോഷിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ വലിയ രീതിയിൽ ആഘോഷിക്കാനുള്ള പരിപാടിയുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഏതൊരു മനുഷ്യരും തുല്യരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ ആഘോഷിക്കുക, പരിപാടിയൊക്കെ ചെയ്യുക. പിന്നെ ഇവിടെ സ്മോക്ക് ചെയ്യുക, മദ്യപിക്കുക, പബ്ലിക്കായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ ഇഷ്യൂ ഇല്ല. സ്മോക്ക് ചെയ്യണതും മദ്യപിക്കണതും നല്ലതല്ലെങ്കിൽ കൂടിയും ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇവിടെ നമുക്ക് പബ്ലിക്കായിട്ട് തന്നെ ഈ പരിപാടിയെല്ലാം നമുക്ക് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ഇക്വാലിറ്റി ഉണ്ട്. ഏതൊരു മനുഷ്യനായാലും, ഇപ്പോൾ ഒരു ഉയർന്ന ജോബുള്ള ഒരാളായാലും ഒരു സാധാരണ ഒരു ബ്ലൂ കോളർ ജോലി ചെയ്യണ ആളായാലും പരസ്പരം ഒരു ഇക്വാലിറ്റി ഉള്ളൊരു സൊസൈറ്റിയാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് UK സംബന്ധിച്ച്. അതാണ് ഞാൻ നാടും UK തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത്. ഇവിടെ നൈറ്റിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി നടക്കാനും നമുക്ക് ഒരു പ്രശ്നം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ പാർട്ട് ടൈമൊക്കെ കഴിഞ്ഞ് ഒത്തിരി വൈകി വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇവിടെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ട്. UK அட்வான்டேஜஸ்னால் லைஃப் ஸ்டைல்னா. ஸோ இப்போ நீங்கள் எந்த செக்டாரில் வேலை செய்கிறீங்க, என்ன ஜாப் வேலை செய்கிறீங்க, அப்படி அந்த டிஃப்ரென்சியேஷன்ஸ் பெருசாக இருக்காது. பேசிக்னா நேஷ்னல் இன்சூரன்ஸ் பே இருக்கும்.
அதை விட்டால் வேறு பே ஸ்கேலில் இருக்கும். ஸோ பெருசாக ஜட்மெண்ட் இருக்காது, நீங்கள் இந்த வேலை தான் பார்க்குறீங்க அந்த வேலை பார்க்குறீங்க. ஸோ கம்பேர்ட் டு இந்தியா அது ஒரு பாசிட்டிவ். நெகட்டிவ் அப்படின்னு நான் என்ன சொல்லுவேன்னா, ஹெல்த் கேர் சிஸ்டம் வந்து ரொம்ப டிலே ஆகும் இந்தியா கம்பேர் பண்ணுறப்போ. இப்போ நம்ம ஹாஸ்பிட்டல் அட்டன் பண்ணுறோம் அதுனா அது கொஞ்சம் டிலே ஆகும், அது தெரிஞ்சுக்கணும். ஃப்ரீனா ஹெல்த் கேர் சிஸ்டம் அது பாசிட்டிவ், பட்டு கொஞ்சம் டிலேஸ் இருக்கணும், அது நெகட்டிவ். மற்றபடி ஜாப் டைம் மேனேஜ்மெண்ட்லாம் இப்போ நான்லாம் ஆஃபீஸில் தான் வேலை பார்க்குறேன். டைம் மேனேஜ்மெண்ட் கரெக்டாக இருக்கும். ஏன்னா ஒரு நாள் கூட வந்து எக்ஸ்ட்ரா வேலை பாரு அதெல்லாம் சொல்ல மாட்டாங்க, நானே பண்ணாலும் பண்ணக்கூடாதுன்னு தான் சொல்லுவாங்க. ஸோ அந்த ப்ரெஷர் ஹேண்டிலிங்கும் வந்து கொஞ்சம் ஈஸியாக தான் இருக்கும், வெல்பீயிங் சப்போர்ட் எல்லாமே இருக்கும். ஸோ ஹையர் அஃபீஷியல்ஸ் கிட்டே நம்மளுக்கு எதுவும் ஆளுனாலும் நம்ம ஈஸியாக எஸ்கலேட் பண்ணலாம். ஸோ அந்த லைஃப் ஸ்டைல் தான் பேசிக்கலி யூகே. ஏர்னிங் இருக்குது, அதுக்கு தகுந்த மாதிரி வந்து நம்மளுக்கு ஏர்னிங் எவ்வளோ இருந்தாலும் நம்மளுக்கு செலவும் இருக்குது, ரெண்ட்டு அதெல்லாம் இருக்குது. பட் மெயின் வந்து அந்த എക്സ്പീരിയൻസ് தான், ലിവിങ് എക്സ്പീരിയൻസ് தான் பெரிய അഡ്വാൻറ്റേജ് യു കെയിൽ. എനിക്കിവിടെ യു കെയിൽ ഇഷ്ടപ്പെട്ടത് ഡ്രൈവിംഗ് ആണ്. ഞാൻ ഇന്ത്യയിലിരിക്കുമ്പോൾ കുറേ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്, ബൈക്കും കാറും എല്ലാം ഓടിക്കുന്ന ആളാണ്. പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഒരു കോൺഷ്യസോടെ ഉണ്ടാവണം, എവിടുന്ന് ആൾക്കാർ വരും, എവിടുന്ന് ഏത് സൈഡ് എന്ത് പ്രശ്നം വരും നമുക്ക് അറിയില്ല. സോ ഇവിടെ കമ്പയർ ചെയ്യും, ഇന്ത്യയിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഈക്വലാണ്, എല്ലാവരും റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്, റാഷ് ഡ്രൈവിംഗ് ഇല്ല, ഹോറൺ മെയിനായിട്ട് ആരും അടിക്കാറില്ല, അതാണ് മെയിൻ. നല്ല പീസ്ഫുൾ ഡ്രൈവിംഗ് ആണ് ഇവിടെ. എന്താ പറയുക, ഇവിടെ എല്ലാവർക്കും ആര് മിസ്റ്റേക്ക് ചെയ്താലും അവർക്ക് പെനാൽറ്റി ഉണ്ട്. ഈവൻ പ്രൈം മിനിസ്റ്റർ ഇത് ചെയ്താലും മിസ്റ്റേക്ക് ചെയ്താലും അവർക്കും വന്നിട്ട് പെനാൽറ്റി ഉണ്ട്. സോ അതിൻ്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ചിപ്പം എന്തുകൊണ്ടാണ് ഞാൻ യു കെയിൽ നിൽക്കണം എന്ന് ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നല്ലതാണ്. ഇപ്പം നമുക്ക് ആക്സസിബിലിറ്റിയുടെ കാര്യമായാലും നമുക്ക് ജോലിക്ക് പോകാനായാലും ട്രാഫിക്ക് ജോലിയിലെ ഒരു വർക്ക് കൾച്ചർ അതൊക്കെ നമുക്ക് നാട്ടിലെ വെച്ച് ഞാൻ ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ഒരുപാട് ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് ഇവിടുത്തെ ഒരു കൗൺസിലിൽ നമുക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ശരിയാക്കണം, ഇപ്പോൾ ടാക്സ് റിഡക്ഷൻസ്, അപ്പോൾ നമുക്കതിനകത്തിൽ എന്തെങ്കിലും തിരിച്ച് റിട്ടേൺസ് വരണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം ഒരു കോളിക്കൂടെ മാത്രം ചെയ്ത് നമുക്ക് സാധിക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ആരുടെയെങ്കിലും ഒരു റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ആരെങ്കിലും വിളിച്ച് പറയുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. എല്ലാം നമ്മുടെ ഒരു NI നമ്പർ പറഞ്ഞു കൊടുക്കുക, നമ്മുടെ ടാക്സ് കോഡ് പറയുക, അവരപ്പോൾ തന്നെ ചെക്ക് ചെയ്യും. വിത്തിൻ 7 days തന്നെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ശരിയാവും. അല്ലാതെ ഒരു വലിയ ലെങ്തി പ്രോസസ്സൊന്നുമല്ല. ആ രീതിയിലായാലും നമുക്ക് ഒരുപാട് ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ജോലിയിൽ നമുക്ക് അറിയാമല്ലോ, നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആയാലും എല്ലാം നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള കൂലി കിട്ടുന്നുണ്ട് എന്നൊരു ഫീല് നമുക്കുണ്ട്. നാട്ടിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്യാറില്ല, നമ്മളെപ്പോഴും അണ്ടർ വാല്യൂഡ് ആണെന്ന് തോന്നും. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഈക്വലി പെയ്ഡാണ്. ഇതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഞാൻ ഇവിടെ UK വന്നപ്പം ഇവിടെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ മെയിൻലി ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് ഒരു ദിവസമൊക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ, ഒരു ദിവസം അല്ലെ 2 ദിവസമൊക്കെ. അപ്പം അത് കാരണം നമുക്ക് കുറേ പാർട്ട് ടൈംസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ നമുക്ക് നാട്ടിൽ കിട്ടണമെന്നില്ല. നാട്ടിൽ ഉള്ളതിനേക്കാളും കൂടുതൽ നമുക്കിവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനും കുറച്ചുകൂടി സ്വന്തമായിട്ട് ഏർണിങ്സ് ഉണ്ടാക്കാനും, ഈവൻ നമ്മുടെ ഫാമിലീനെ ഒത്തിരി ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും. കാരണം ഇവിടെ നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് നാട്ടിൽ വെച്ച് നോക്കുമ്പം വീക്ക്ലി അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഈവൻ ഇപ്പം ഞാൻ വർക്ക് ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് മന്ത്ലി കിട്ടുന്ന പേയ്മെൻറ്റ്സ് ഒക്കെ എനിക്കിവിടെ വീക്ക്ലി പാർട്ട് ടൈമിലൂടെ കിട്ടുന്നുണ്ട്. സോ അത് ഈവൻ ദ എക്സ്പെൻസ് ഉണ്ടെങ്കിലും നമുക്ക് കുറേയൊക്കെ മീറ്റ് ചെയ്യാനും സേവ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. മാത്രമല്ല ബീങ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നമ്മൾ ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മൾ കുറേ രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആവും. നമ്മൾ കുറേ കൾച്ചറിലുള്ള ആളുകളെ മീറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനത്തെ ഓരോ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. നമ്മൾ കുറച്ചുകൂടി മെൻ്റലിയും സ്ട്രോങ് ആവും. ആൻഡ് ഓൾസോ നമ്മൾ പ്രൊഫഷൻ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിലും നമ്മളൊരു ചെറിയ രീതിയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. മേ ബി ചിലപ്പോൾ നമ്മൾ ഡിഷ് വാഷറായിട്ടൊക്കെ ആയിരിക്കും കയറുന്നത്, അല്ലെങ്കിൽ കെയർ വിസയിലാണെങ്കിൽ കെയർ ഹോമിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് കെയറായിട്ടൊക്കെ ആയിരിക്കും കയറുന്നത്. പക്ഷേ നമ്മൾ അവിടെ നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ പ്രൊമോട്ടഡായി നമുക്ക് മാനേജർ ലെവൽ അല്ലെങ്കിൽ സൂപ്പർവൈസർ ലെവലിലോട്ട് പോകാനുള്ള ട്രെയിനിങ് അവർ തരും.
അങ്ങനെ നമുക്ക് പ്രൊഫഷണലി ഇമ്പ്രൂവ് ആകും. ആ ഒരു ഓപ്ഷൻ നാട്ടിലില്ല. നാട്ടിൽ നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് കയറുവാണെങ്കിൽ ആ പോസ്റ്റിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. നമുക്ക് പെട്ടെന്ന് പ്രൊമോട്ടായി കയറുക എന്ന് പറയുന്ന ഓപ്ഷൻ നാട്ടിലില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ചെറിയ പോസ്റ്റ് കയറിയാലും നമുക്ക് നല്ല രീതിയിൽ പ്രൊമോഷൻ കിട്ടി പെട്ടെന്ന് തന്നെ നമുക്ക് ബാൻഡ് ഇൻക്രീസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് പ്രൊഫഷണലിയും പേഴ്സണലിയും ഒക്കെ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരാൻ പറ്റും. ഇതെല്ലാം UK-ൽ ഞാൻ കണ്ടിട്ടുള്ള വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം എല്ലാവരുടെ അടുത്തും അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ ചോദിച്ചു, എന്തുകൊണ്ട് ആൾക്കാരോട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടും ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്, പിന്നെ ഇക്വാലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഡിസിഷൻസ് എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, നമ്മുടെ ലൈഫ് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നാട്ടിൽ അങ്ങനെ ആയിരിക്കില്ല പലരുടെയും സാഹചര്യങ്ങൾ. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് മെയിനായിട്ടും ആൾക്കാർ ഇവിടെ തന്നെ വന്ന് ഇവിടെ തന്നെ സെറ്റിൽ ആവാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.